നമ്മുടെ വീട്ടിലിങ്ങനെ കറുത്ത പഴം അല്ലെങ്കിൽ നമ്മൾ അധികം പഴുത്ത പഴമൊന്നും ആരും കഴിക്കില്ലല്ലേ. അപ്പോൾ ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും, എന്നാൽ നാശമാക്കി കളയുകയില്ല. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ പഴം എടുത്തിട്ട് നമ്മൾ അന്ന് തന്നെ ചെയ്യണമെന്നില്ല. നമുക്കിത് ഫ്രീസറിൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പതുക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴം എടുത്ത് നന്നായിട്ട് പഴുത്ത 3 പഴം എടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒരു 5 ഏലക്കായി ഞാൻ കൂടെ ഇടുന്നുണ്ട്. നല്ല മണമുള്ള ഏലക്കയാണ്. അപ്പം നമുക്കിത് ഇതുപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ജ്യൂസിനകത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പ് കുറച്ച് നെയ്യ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പശു നെയ്യാണ്, വീട്ടിലുണ്ടാക്കി തന്നെ നെയ്യാണ്. ഇതിങ്ങനെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പഴം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏലക്ക ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും, പിന്നെ നെയ്യുടെ സ്മെല്ലും ഒക്കെ ആവും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ജ്യൂസിയാണ്. അതുപോലെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഏകദേശം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അരിച്ചു ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ അത്രയും നേരം നമ്മളത് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ല ശർക്കര നോക്കി വാങ്ങിച്ചിട്ട് അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് വെച്ച് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയാലും ചിലപ്പോൾ ആൾക്കാർ തിന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല കട്ടയായിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം, സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഒട്ടും എന്ന് വെച്ചാൽ വെള്ളമൊക്കെ പോയി നമ്മളിങ്ങനെ എടുക്കുമ്പം ഹലുവ പോലെയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. മാംഗോ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്, ചക്ക ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പഴമാണെങ്കിൽ നമുക്കിത് വേസ്റ്റ് ആവുകയില്ല, എന്ന് ഇങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയത്. നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പഴം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം വരട്ടിയത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനു മുമ്പ് ഞാൻ 2 ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് 2 ശർക്കര ചെറിയ വെള്ളത്തിൽ, 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് ഉരുക്കിയെടുത്തത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കും. ഇനി ഞാൻ ഇതിനകത്തേക്ക് 2ാം പാലും 3ാം പാലും ചേർത്തിട്ട് 2 കപ്പ് പാല് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് അനുസരിച്ച് നമുക്ക് പാലും കൂട്ടാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറുകി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി 1ാം പാലിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തൊട്ടിട്ട് കുട്ടികൾ തിന്നു തുടങ്ങിയത് കേട്ടോ. പഴം കറുത്തു എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച ആൾക്കാരാട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ കഴിക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നേ, തീർന്നായിരുന്നു. കാരണം ഇത്രയും നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറുക്കിയെടുക്കാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 ഏലക്കായ ചതച്ചിടുന്നുണ്ട്. നല്ലൊരു, ഓൾറെഡി ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പം 5 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെയാണ് ഈ 3 ഏലക്ക, കാരണം ഇട്ട് കഴിയുമ്പോൾ ഒരു മണം കിട്ടും നമുക്ക്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങാക്കൊത്തും വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ, കാഷ്യൂനട്ട് ഇടാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നെയ്യിലുള്ള കളികളാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അത് കടിക്കാൻ വേണ്ടിയിട്ട്, ഈ ജ്യൂസി ആയിട്ടിരിക്കുന്ന പായസത്തിൽ നിന്ന് ഇത് കടിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ പായസം ഇതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വറുത്ത തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പഴം പായസം റെഡി ആയിട്ടുണ്ട്. ആദ്യം പഴം വരട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുന്ന തരത്തിലാണ്. അപ്പോൾ കണ്ടോ നന്നായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. എന്നാൽ ഈ തേങ്ങാക്കൊത്തിൻ്റെ ചെറിയതായിട്ട് കടിക്കാനും കിട്ടും. ഇനി ആരും പഴം കറുത്തു പോയി എന്ന് പറഞ്ഞിട്ട് കളയാൻ നിൽക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്